ഹലോ, ആരാ? പിന്നെ ഇല്ല, അത് ഹംസ പറഞ്ഞിട്ടില്ല, ഒരു 5 ഏക്കർ റബ്ബറിന്റെ കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ. ആ 5 ഏക്കർ റബ്ബറിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അത് പിന്നെ 5 ഏക്കർ, മൊത്തം 5 ഏക്കർ ഉണ്ടല്ലേ? മൊത്തം 5 ഏക്കറാ. റബ്ബറല്ലേ മൊത്തം? റബ്ബറാണ്. അത് ഈ ചുറ്റും മുള്ളുവലിയൊക്കെ ഇട്ട് 5 ഏക്കർ റോഡ് സൈഡാ. ഈ മരം എത്ര വർഷം പഴക്കമുണ്ടെന്നറിയോ? മരം എത്ര വർഷം പഴക്കമുണ്ടെന്ന് വെച്ചാൽ 10-32 കൊല്ലത്തെ പഴക്കം കാണും. 32 കൊല്ലോ? ആ, അപ്പൊ ഈ വെട്ടിക്കൊണ്ടിരിക്കുവാന്നോ? വെട്ടിക്കൊണ്ടിരിക്കുവോ? അപ്പൊ ഇത് പിന്നെ ഈ വെട്ടിക്കൊണ്ടിരിക്കുവോ? സോട്ടർ വെട്ടുവോ? ഫ്ലോട്ടർ കിട്ടുവോ? ആ ആ, ആ ശരി ശരി. അപ്പോഴേ ആ പിന്നെ ഇത് പിന്നെ മൊത്തം 5 ഏക്കറും കൊടുക്കാനില്ലയോ? 5 ഏക്കറും കൊടുക്കാൻ 5 ഏക്കർ 1750 മരമുണ്ട്. അത് ഏത് 105ന്റെ മരമാണോ? 1750, 105 മരം 5 ഏക്കറിൽ വരുന്നത് ഇയാൾക്ക് എന്ത് ഇവിടെ? അല്ല 5 ഏക്കറിൽ കേട്ടാ 105 മരം വരുന്നത് 1750. അതല്ല ഞാൻ ചോദിച്ചത്, ഈ റബ്ബറിനകത്ത് ഈ 105, 414 അങ്ങനെ പല സൈസ് ഉണ്ട്. അതില് 105ന്റെ മരമാണോ പിന്നെ 414ന്റെ പല മരമാണോ? സൈസ് എന്ന് പറയുന്നത് റബ്ബർ അല്ലേ, വണ്ണം കൂടിയതും വണ്ണം കുറഞ്ഞതും അങ്ങനെ പല സൈസ് ഉണ്ട്. അയ്യന്തോ അത് ആ, പല സൈസ് മരങ്ങളാ. ഓ ശരി ശരി വണ്ണം ശരി ശരി. കൂടിയതും കുറഞ്ഞതും ചുറ്റുവണ്ണം ഉള്ളതൊക്കെ ഉണ്ട്. ആ ഓക്കെ. അപ്പൊ ഇത് 5 ഏക്കറും കൊടുക്കാനല്ലേ? എന്തോ എന്ത് വിലഭാഗം വല്ലോ ആ ഉണ്ടാവും അറിയോ? അത് ഒരു മരത്തിന് 2500 രൂപ കൊടുക്കണം. മരം അല്ലെന്ന്, വസ്തുവിന്റെ കാര്യം ചോദിക്കുന്നത്. വസ്തുവിനകത്തല്ലേ മരം നിൽക്കുന്നത്. ആ അത് ശരി. പക്ഷെ ആ നമുക്ക് ഈ 5 ഏക്കർ മൊത്തത്തിൽ മേടിക്കാൻ ഒരു പാർട്ടി ഉണ്ടായിരുന്നു 5 കേട്ടോ. ഏക്കർ മൊത്തത്തിൽ ഒന്നിച്ചേ അവർ കൊടുക്കത്തുള്ളൂ. ഈ 1750 മരം ഒന്നിച്ചേ അവർ കൊടുക്കും. ഒന്നിച്ച് കൊടുക്കുന്നു. ചില്ലറ കൊടുക്കത്തില്ല. അതെ ചോദിച്ചു. അപ്പൊ ഒരു ഏക്കറിന് എന്തോ വില വരും? ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി മരം എണ്ണിത്തിരിക്കണം. 5 ഏക്കറിൽ മൊത്തം 1700 മരം ആകുമ്പോൾ ഒരു ഏക്കറിൽ എത്ര മരം ഉണ്ടെന്ന് നമ്മൾ എണ്ണിത്തിരിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് വില കൊടുക്കണം. മരത്തിന്റെ വില? 2500 രൂപ മരത്തിന്റെ വില കൊടുക്കണം. അല്ല മാഷെ, ഞാൻ അതല്ല ചോദിക്കുന്നത്. നമ്മൾ ഈ എനിക്ക് ആ റബ്ബർ മൊത്തത്തിൽ വസ്തു ഉൾപ്പെടെ മേടിക്കാനാ. വസ്തു ഉൾപ്പെടെ ഈ വസ്തുവിനകത്തല്ലേ റബ്ബർ നയിക്കുന്നത്. അതെ ചോദിച്ച, ഒരു ഏക്കറിന്റെ വില എങ്ങനെയാന്ന്? ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നില്ല. ഓ ശരി. 5 ഏക്കറിനുണ്ടെന്തോ വില? 5 ഏക്കറിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന് 2500 രൂപ വെച്ച് കൊടുക്കണമെന്ന്. അതിപ്പോ ഒരു മരത്തിൽ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണം. ഞാൻ ചോദിക്കുന്നത് ഈ 5 ഏക്കറിന് കൂടെ എത്ര കൊടുക്കണം? ഒരു മരത്തിന് 1750 മരം, ഒരു മരത്തിന് 2500 നിങ്ങൾ പിന്നെ കൂട്ടിയോ കുളിച്ചോ നോക്കാമെന്ന് പറഞ്ഞു. അല്ല വസ്തു ആർക്കാ? നിങ്ങൾക്കാണോ? നമുക്ക് നമ്മുടെ ഒരു കക്ഷിക്ക് നമ്മുടെ ചേട്ടനാ. പിന്നെ ഈ വസ്തു അപ്പൊ നമ്മുടെ പേര് എഴുതി തരത്തില്ലേ? വസ്തു നിങ്ങൾ എഴുതി തരുന്ന മരത്തിന്റെ ആരും ഇല്ലേ പറയുന്നത്? എന്റെ പൊന്നു, നിങ്ങൾ പറയുന്നേ. ഞാൻ ഒരു കാര്യം ചോട്ടെ. നിങ്ങൾക്ക് 5 ഏക്കർ നിങ്ങൾക്ക് എഴുതി തരും. നിങ്ങൾ മരം മുറിച്ചോളം പൊക്കോണം. വസ്തു അയാൾ ഉടയന്റെ. മരം മാത്രം നിങ്ങൾ മരം മാത്രമേ കൊടുക്കത്തുള്ളൂ? നിങ്ങൾ മുറിക്കുന്നവരെ വസ്തു നിങ്ങൾക്ക് എഴുതി തരത്തില്ലയോ? നിങ്ങൾ ഈ 5 ഏക്കർ വസ്തു കൊടുക്കാനിട്ടേക്കോന്നോ? 5 ഏക്കർ വസ്തു കൊടുക്കാട്ടേക്കോ? ആണേ. അതിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ 1750 മരം നിൽപ്പുണ്ട്. ഉണ്ട്. അപ്പൊ ഈ 5 ഏക്കർ വസ്തുവിന്റെ പ്രമാണം ഉണ്ടല്ലോ? പ്രമാണമില്ല, പിന്നെ വസ്തു ഇവിടെ ഉള്ള. ശരി. അപ്പൊ ഈ 5 ഏക്കറിന്റെ പൈസ തന്ന് ഞാൻ അങ്ങോട്ട് പൈസ തരുമ്പോ നിങ്ങൾ ഈ 5 ഏക്കർ എനിക്ക് എഴുതി തരണ്ടേ വസ്തു? 5 ഏക്കർ നിങ്ങൾ എഴുതി തരും മരം മുറിച്ച് കഴിയുന്നവരെ. മരം മുറിച്ച് കഴിയുമ്പോ വസ്തു ഉടയന്റെ. ഇയാളിത് എവിടുത്തുകാരനാണ്? ഇയാൾ എന്താണ് ഇയാൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഈ 5 ഏക്കർ വസ്തു ഇയാൾ കൊടുക്കാട്ടേക്കോന്നോ? 5 ഏക്കർ വസ്തു കൊടുക്കാട്ടേക്കോ? അപ്പൊ ആ 5 ഏക്കറിന്റെ പൈസ കൊണ്ടുവന്ന് എനിക്ക് 5 ഏക്കർ നിങ്ങൾ എഴുതി തരണ്ടേ? 5 ഏക്കർ എഴുതി തരും. മരം മുറിക്കുമ്പോൾ നിങ്ങൾ അഗ്രിമെന്റ് തീരും. പിന്നെ ഉടയന്റെ. ഇയാൾ എന്തോ നീ പറയുന്നത്? നീ എവിടുത്തുകാരനാടേ? അത് ശരി. ഇയാള് നേരിട്ട് വന്ന് സംസാരിക്കും. എന്താ പറയണെന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാഷെ. ഈ 5 ഏക്കർ വസ്തു നിങ്ങളുടെ വസ്തു കിടപ്പുണ്ട്. ഉണ്ട്. ഇത് നിങ്ങൾ കൊടുക്കാനാണോ? കൊടുക്കാനാ. അപ്പൊ ഈ 5 ഏക്കർ വസ്തുവിന് നിങ്ങളിപ്പോ വില എന്ന് പറയുമ്പോൾ നിങ്ങൾ മരത്തിന്റെ വിലയാ പറയുന്നത്. നിങ്ങൾ അവിടുത്തെ ഒരു ഏക്കറിന്റെ അല്ലെങ്കിൽ ഒരു സെന്റിന്റെ വില അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വസ്തു എന്റെ പേര് എഴുതി തരുമോ? അതല്ലേ നിങ്ങൾ ആദ്യമേ പറഞ്ഞത്. നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ലേ? നിങ്ങൾ ഒരു ഏക്കറിൽ നിന്ന് മരം എണ്ണി തിരിക്കും. എടാ, ഞാൻ സ്കൂളിൽ പോയില്ലെന്ന് നീ അത് തീരുമാനിക്കുന്നത്. നീ മരം എണ്ണി തിരിക്കും ഏക്കറിലെ. മരം എണ്ണി തിരിച്ചിട്ടാണോ കച്ചവടം നടത്തുന്നത്? പിന്നെ മരം എണ്ണിട്ടാണോ കച്ചവടം അല്ലെങ്കിൽ മേടിക്കണ്ട. വെച്ചോ. നിന്റെ മരം വേണ്ട എനിക്ക്. നിന്റെ മരം വേണ്ട എനിക്ക്. നിന്റെ റബ്ബർ വേണ്ട. കോപ്പം വേണ്ട.